റിസ്ക് എടുത്ത് വന്ന് വോട്ട് ചെയ്യാനുള്ള ഒരു കാരണം എന്താണ്? കഴിഞ്ഞ നീണ്ട 10 വർഷക്കാലം MP ആയിട്ട് ഇരുന്ന പ്രേമേന്ദ്രൻ ഈ ചവറ മണ്ഡലത്തിന് വേണ്ടി ഒരു കാര്യവും ചെയ്തിട്ടില്ലെന്നുള്ളതല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല. അത്യാവശ്യം ഞാൻ പഞ്ചായത്ത് മെമ്പറായിരുന്നപ്പോഴത്തേക്ക് ഒരു ഐമാസ് ലൈറ്റിന് പോലും പോയിട്ട് അദ്ദേഹം സാധിച്ചു തന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ വസ്തുനിഷ്ഠമായ കാര്യം. അപ്പം ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഈ നമ്മുടെ ഈ രാഷ്ട്രീയ സാഹചര്യവും എല്ലാം നോക്കിക്കൊണ്ട് ഇടതുപക്ഷം പിന്നെ ഭരണത്തിൽ വരണം എന്ന് ജനങ്ങളാകെ ആഗ്രഹിക്കുന്നുണ്ട്. അത്തരത്തിലൊരു മാറ്റം വരണം. എന്തോ അപകടം പറ്റിയത് ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയിക്കൊണ്ട് തിരിച്ചു വരുന്ന വഴി പറ്റിയതാണ്. അപ്പം അതിൻ്റെ ഒരു മാറ്റം വരാനായിട്ട് ജനങ്ങളും ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാവരും പൊതുജനങ്ങളെല്ലാവരും അത്തരത്തിൽ ആഗ്രഹിക്കുന്നുണ്ട്. അതിനൊരു മാറ്റം വരും എന്ന് തന്നെയാണ് എൻ്റെ തീർച്ചയായ ഒരു നിഗമനം. നീണ്ടകര പഞ്ചായത്തിൻ്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. നീണ്ടകര പഞ്ചായത്തിൽ അദ്ദേഹം ആദ്യ പ്രാവശ്യം ഇവിടെ LDFൻ്റെ കൂടെ നിൽക്കുന്ന സമയത്ത് ഇവിടെ മരണ വീട്ടിലായാലും എവിടെ ആയാലും കൊണ്ടു നടന്ന് ഇതാണ് വീടെന്ന് കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്ത ആളാണ് ഞാൻ. പിന്നെ അതിനെപ്പറ്റിയൊന്നും നമ്മൾ പറയുന്നില്ല. പ്രത്യേകമായിട്ട് അദ്ദേഹം പോയി. പക്ഷെ എന്നാലൊരു മാറ്റം വരണം. മാറ്റം വരുന്നതിന് വേണ്ടി നമ്മുടെ കേരളത്തിലാകെ ജനങ്ങൾ മറിച്ച് ചിന്തിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. വീട്ടിലേക്കാണ് 1-ാം തീയതി ആശുപത്രിയിൽ പോകും. പൂർണ്ണ റെസ്റ്റ് പറഞ്ഞിരിക്കുക. സുരേന്ദ്രൻ, സുരൻ എന്ന് പറയുന്ന സുരേന്ദ്രൻ എന്നാ.